ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കൗമാരക്കാരിലെ ആത്മഹത്യയെക്കുറിച്ചാണ്. കൗമാരം എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഏജിലുള്ള 3 കുട്ടികൾ കോഴിക്കോട് ജില്ലയിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2023 270 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 24 ആകുമ്പോഴത്തേക്ക് അത് 332ഉം 2025 ആകുമ്പോഴത്തേക്ക് അത് 359ഉം ആയി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ദിവസം ആവറേജ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ ഇത് സംഭവിക്കുന്നത്? ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് 4 തരം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സെക്ഷൽ. ഇത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരിൽ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഈ ആത്മഹത്യക്ക് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അമിതമായ പഠനഭാരം തന്നെയാണ്. രക്ഷിതാക്കളുടെ അമിതമായ പ്രതീക്ഷ. രക്ഷിതാവിന് വളരെ കുറഞ്ഞ മാർക്കായിരിക്കും SSLC കിട്ടിയെങ്കിലും മക്കൾക്ക് ഫുൾ A+ തന്നെ കിട്ടണമെന്ന ആഗ്രഹം. കുടുംബ പ്രശ്നങ്ങൾ, ഡിജിറ്റൽ സ്വാധീനം, പ്രണയ പരാജയങ്ങൾ, സൗഹൃദ ബന്ധത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ, ഇതെല്ലാം ഇതിന് കാരണമായിട്ട് കണക്കാക്കാം. ഇനി ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കുട്ടികളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അതിൻ്റെ ഒരു വാർണിംഗ് സിഗ്നൽ അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. പ്രധാനമായിട്ടും മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക. അതോടൊപ്പം തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി. പിന്നെ വിടപറച്ചിലുകൾ, സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഇനി അധികകാലം ഉണ്ടാകില്ല എന്ന് പറയുക. അതുപോലെ തന്നെ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുക. നേരത്തെ കൂട്ടുകാരൊക്കെ വിട്ട് ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക. പിന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ ആർക്കെങ്കിലുമൊക്കെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അപകടകരമായ പെരുമാറ്റങ്ങൾ കാണുക. പിന്നെ പഠനത്തിൽ പെട്ടെന്ന് അങ്ങ് പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ മൂഡിലേക്ക് കുട്ടി പോയിട്ട് പുറത്തിറങ്ങാത്ത അവസ്ഥ ഉണ്ടാവുക. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം, ആ ദേഷ്യത്തിന്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളോടടക്കം ഒരു കുറച്ച് സമയം വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഈ രീതിയിലുള്ള ഒരു ദേഷ്യം കുട്ടികൾ ഉണ്ടാകുന്നു. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ശാന്തത, ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു, എനിക്കൊന്നും താല്പര്യമില്ല എന്ന രീതിയിലേക്ക് പറയുന്നു. അതുപോലെ തന്നെ ഈ ഉറക്ക കുറവ്, അതുപോലെ തന്നെ ഉറക്കം കൂടുതൽ ഉണ്ടാവുക, ഇതെല്ലാം തന്നെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമെന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക.